ഹായ്. ഇന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കിയ ഒരു റവ കേസരിയുടെ റെസിപ്പിയാണ്. ഞങ്ങളിവിടെ ഇതിനെ സീറ എന്നും പറയും. റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ ചെയ്താൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത റവയാണെങ്കിലും നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടി. അതിലോട്ട് എത്ര റവയാണോ, ഒരു ഗ്ലാസ് റവയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ വറുത്ത റവ മാറ്റിയതിന് ശേഷം വെള്ളം ഒന്ന് തിളപ്പിച്ച് ആ തിളച്ച വെള്ളത്തിലോട്ട് റവ ഇട്ട് കൊടുക്കും. ഇപ്പോൾ റവയിലോട്ട് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ 1 കപ്പ് റവക്ക് 1/4 കപ്പൊക്കെ പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാവുന്നതാണ്. ഇതിപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇല്ലാത്ത ഞാൻ സിസ്റ്ററിൻ്റെ മോള് കുറച്ച് എടുത്തതാണ് അവരുണ്ടാക്കുമ്പോൾ. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മഞ്ഞ കളറിന് വേണ്ടി. സാധാരണ കുങ്കുമപ്പൂവൊക്കെ ചേർക്കാറുണ്ട്, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. മഞ്ഞൾപ്പൊടി ചേർത്തു, ആ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നമ്മളിത് വെന്ത് വരുമ്പോൾ സെറ്റാകാൻ വേണ്ടി നെയ്യ്, ഒരു 50 ഗ്രാമിൻ്റെ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഒരു 1/4 ഗ്ലാസ് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ 50 ഗ്രാമിൻ്റെ ഒരു നെയ്യ് ഫുള്ള് ചേർത്തിട്ടുണ്ട്. അങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ അത് കുറുകി വരും. പിന്നെ അതിലോട്ട് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് എണ്ണയിൽ ചൂടാക്കിയെടുത്തു. ഇതിലോട്ട് കുറുകി വരുമ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മൾ ഒരു പ്ലേറ്റിൽ ഇപ്പോൾ ഇവിടെ എണ്ണ തടവിയ ഇലയിലാണ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നമ്മളൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടാവും. നമുക്ക് മുറിച്ചെടുത്തോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം.